ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുദീന. ഇന്ന് നമുക്കൊരു കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് വെള്ളം നന്നായി വെട്ടിത്തിളപ്പിക്കുക. അതിലേക്ക് കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ച ബിരിയാണി അരി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മൂടി വെച്ച് വേവിക്കുക. വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ഓരോ ഐറ്റംസ് ആയി വറുത്ത് മാറ്റിവെക്കുക. ഇനി അരി നന്നായി വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്യാം. വേറൊരു പാത്രത്തിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിച്ചത്, ഉലുവാപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് എന്നിവ ഇട്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കുക. 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം വറുത്തെടുക്കുക. ഇനി വേറൊരു പാൻ എടുത്ത് എണ്ണയൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് സവാള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ഇട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉലുവാപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ദം ചെയ്യാം. വേവിച്ച് വെച്ച ചോറിൻ്റെ മുകളിലേക്ക് നിരത്തി സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിടുക. അതിന് മുകളിൽ മല്ലിയില, ക്യാരറ്റ്, പുതിനയില, വറുത്തു മാറ്റിവെച്ച ഉള്ളി, സവാള, പച്ചമുളക് എന്നിവയിട്ട് പൈനാപ്പിൾ എസൻസും നെയ്യും ഇട്ട് ദം ചെയ്യുക. നല്ല സ്വാദിഷ്ടമായ കൊഞ്ച് ബിരിയാണി റെഡി. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.